Hi students, welcome to Reliant Academy. നമ്മൾ LSDD അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിൻ്റെ ഡിസ്കഷൻസ് ആണ് നടത്തുന്നത്. അതിൽ ഇന്ന് നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്നുള്ള ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ബെൻഡിങ് തിയറി എന്ന് പറയുന്നത്. സോ സ്ട്രക്ചർ അനാലിസിസും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 10 മാർക്സ് നിങ്ങൾക്ക് കിട്ടും. ഇത് അത്യാവശ്യം എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ് ഈ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ബെൻഡിങ് തിയറി എന്ന് പറയുന്നത്. നമുക്കന്ന് അതെന്താണ് എന്നൊന്ന് നോക്കാം. സോ ബെൻഡിങ് തിയറി ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് പ്യുവർ ബെൻഡിങ് കേസിലാണ്. സോ വാട്ട് ഈസ് പ്യുവർ ബെൻഡിങ് എന്ന് നോക്കാം. സോ ലെറ്റ് ദിസ് ബി എ ബീം. ഇതൊരു ബീമാണ്, ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ് എന്ന് വിചാരിക്കുക. സോ ഇതൊരു ബീമാണ്. ഇതിൽ നമുക്ക് ഒരു മൊമെന്റ് രണ്ടറ്റത്തും കൊടുക്കുകയാണ് എന്ന് നോക്കാം വിത്ത് എം. ദിസ് ഇസ് കോൾഡ് പ്യുവർ ബെൻഡിങ്. ഇതിൽ ഇതിൻ്റെ SFD വരച്ചു കഴിഞ്ഞാൽ ദിസ് വിൽ ബി 0. ഇതിന് ഒന്നും ഉണ്ടാവില്ല. ദിസ് വിൽ ബി SFD. ഇതാണ് SFD. ഇതിൻ്റെ ഈ ഫിഗറിൻ്റെ SFD എന്ന് പറയുന്നത്, ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത് ഇതായിരിക്കും. സോ ഈ രണ്ടറ്റത്തും ഓരോ മൊമെന്റ് വെച്ച്, ഇത് M ആണ്, ഇത് M ആണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ യാതൊരു വിധത്തിലുള്ള ഷിയർ ഫോഴ്സും വരില്ല. മറിച്ച് BMD വരയ്ക്കുകയാണെങ്കിൽ, നമ്മളൊരു BMD വരയ്ക്കുകയാണെങ്കിൽ ഇതൊരു കോൺസ്റ്റന്റ് ബെൻഡിങ് മൊമെന്റ് ആവും. ദിസ് വിൽ ബി നെഗറ്റീവ്. ദിസ് ഇസ് BMD. ഇത് SFD എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ദ ബീം 0 ആയിരിക്കും. BMD കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ദ ബീം അതിൻ്റെ ബെൻഡിങ് മൊമെന്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഇങ്ങനെ ഒരു കേസിലാണ് ദിസ് ഇസ് കോൾഡ് പ്യുവർ ബെൻഡിങ്. ദിസ് ഇസ് കോൾഡ് പ്യുവർ ബെൻഡിങ്. ഇത് PC ചോദിച്ചിട്ടുള്ള ഒരു പോയിന്റ് ആണ്. വാട്ട് ഈസ് പ്യുവർ ബെൻഡിങ് എന്നത്? പ്യുവർ ബെൻഡിങ്ങിൽ എന്തായിരിക്കും? SF ഷിയർ ഫോഴ്സ് 0 ആയിരിക്കും, ബെൻഡിങ് മൊമെന്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. മനസ്സിലായോ? ഷിയർ ഫോഴ്സ് 0 ആയിരിക്കും, ബെൻഡിങ് മൊമെന്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ ഒരു സാഹചര്യത്തെയാണ് നമ്മൾ പ്യുവർ ബെൻഡിങ് എന്ന് പറയുന്നത്. സോ പ്യുവർ ബെൻഡിങ്ങിൻ്റെ കേസിലാണ് നമ്മൾ ബെൻഡിങ് തിയറി ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. സോ ഇങ്ങനത്തെ ഒരു കേസിലാണ് നമ്മൾ ബെൻഡിങ് തിയറി നമ്മൾ കൊടുക്കാൻ പോകുന്നത്. സോ ബെൻഡിങ് തിയറി എന്താണെന്ന് നമുക്കിനി പറയാം. സോ ഈ പ്യുവർ ബെൻഡിങ് കേസ് നിങ്ങൾ എന്താണെന്ന് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കുക. അത് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു കണ്ടീഷൻ തന്നിട്ട് എന്താണ് പ്യുവർ ബെൻഡിങ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ വേറൊരു പോയിന്റ് പറയാനുള്ളത് വാട്ട് ഈസ് കോൾഡ് ന്യൂട്രൽ ആക്സിസ് എന്നുള്ളതാണ്. ന്യൂട്രൽ ആക്സിസ് എന്ന് ഉദ്ദേശിക്കുന്നത് the axis which passes through the centroid of the cross section. നമ്മളൊരു ബീമിന്റെ ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ, സപ്പോസ് ഇതാണ് ഒരു ക്രോസ് സെക്ഷൻ, ഒരു റെക്ടാങ്കുലർ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ, ലെറ്റ് ദിസ് ബി ദ സെൻട്രോയിഡ് ഓഫ് ദ ക്രോസ് സെക്ഷൻ. ഇതാണ് സെൻട്രോയിഡ് എന്ന് വിചാരിക്കുക. സോ ഇതായിരിക്കും ഈ സെൻട്രോയിഡിക്കൽ പാസ് ചെയ്യുന്ന ഒരു ആക്സിസിനെയാണ് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. സോ ന്യൂട്രൽ ആക്സിസ് ഇസ് ദാറ്റ് ആക്സിസ്. ഇതാണ് ക്രോസ് സെക്ഷൻ. ഇതൊരു ബീമിന്റെ ഇതൊരു എലിവേറ്റഡ് വ്യൂ ആണെങ്കിൽ ഇതിന്റെ ക്രോസ് സെക്ഷൻ ആണെന്ന് വിചാരിക്കാം. സോ ഈ ക്രോസ് സെക്ഷൻ ആയിരിക്കും ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. സോ ഈ ക്രോസ് സെക്ഷനിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിനെയാണ് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. സോ അതിന് ന്യൂട്രൽ ആക്സിസ് എന്ന് ഇത് കണ്ടിന്യൂ ചെയ്തൊരു പ്ലെയിൻ ആയിട്ട് പോകും. ദിസ് ഇസ് ക്രോസ് സെക്ഷൻ. സോ ഇതൊരു പ്ലെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ അതിനെ ന്യൂട്രൽ പ്ലെയിൻ എന്നും പറയും. സോ ന്യൂട്രൽ പ്ലെയിൻ ആൻഡ് ന്യൂട്രൽ ആക്സിസ്. സോ ന്യൂട്രൽ ആക്സിസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബെൻഡിങ് മൂലം നമ്മളൊരു പ്യുവർ ബെൻഡിങ് ഒരു ബീമിന് കൊടുക്കുകയാണെങ്കിൽ, രണ്ട് മൊമെന്റ് രണ്ട് വശത്തും കൊടുക്കുകയാണെങ്കിൽ അത് ബെൻഡ് ചെയ്യുക, ഒന്ന് വളയുമ്പോൾ ഒരു ബീമിന്റെ ക്രോസ് സെക്ഷനിൽ സ്ട്രെസ്സസ് ഉണ്ടാകും. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. ആ സ്ട്രെസ്സസ് ഈ ആക്സിസിൽ ഈ സ്ട്രെസ് 0 ആയിരിക്കും. സോ bending stress 0, it will be 0 in ന്യൂട്രൽ ആക്സിസ്. അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ന്യൂട്രൽ ആക്സിസിൽ ബെൻഡിങ് മൂലം ഉണ്ടാകുന്ന സ്ട്രെസ്, ബെൻഡിങ് സ്ട്രെസ്, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരും. അതിൻ്റെ തിയറിയാണ് ബെൻഡിങ് തിയറി എന്ന് ബേസിക്കലി പറയുന്നത് തന്നെ. സോ ഇതാണ് ക്രോസ് സെക്ഷൻ എങ്കിൽ സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിനെ ന്യൂട്രൽ ആക്സിസ് എന്നും, അതിൻ്റെ പ്ലെയിൻ, ആ ന്യൂട്രൽ ആക്സിസ് ഇരിക്കുന്ന ആ പ്ലെയിനെ ന്യൂട്രൽ പ്ലെയിൻ എന്നും പറയും. സോ ന്യൂട്രൽ ആക്സിസിൽ ഇതിൻ്റെ ബെൻഡിങ് സ്ട്രെസ് 0 ആയിരിക്കും. ബാക്കിയുള്ള പോയിന്റിൽ, ഈ പോയിന്റിലും ഈ പോയിന്റിലേക്ക് സം ബെൻഡിങ് സ്ട്രെസ്, ദർ വിൽ ബി സം ബെൻഡിങ് സ്ട്രെസ്. ബട്ട് ഇൻ കേസ് ഓഫ് ന്യൂട്രൽ ആക്സിസ് ഈ പോയിന്റിൽ ബെൻഡിങ് സ്ട്രെസ് 0 ആയിരിക്കും. സോ ഈ പോയിന്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. എന്താണ് പ്യുവർ ബെൻഡിങ് എന്ന് നമ്മൾ കണ്ടു. വേർ ഷിയർ ഫോഴ്സ് ഇസ് 0 ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഇസ് കോൺസ്റ്റന്റ്. ന്യൂട്രൽ ആക്സിസ് എന്താണെന്ന് നമ്മൾ കണ്ടു, ന്യൂട്രൽ പ്ലെയിൻ എന്താണെന്ന് കണ്ടു. ഇനി നമുക്ക് ബെൻഡിങ് തിയറി എന്താണെന്ന് നോക്കാം. ബെൻഡിങ് തിയറി കുറച്ചൊരു അഡ്വാൻസ് ലെവൽ ആയിട്ടുള്ള സംഭവമാണ്. ഇറ്റ്സ് കോൾഡ് യോയിലർ ബെർണോളിസ് ബെൻഡിങ് തിയറി. അതിന്
ഫോർത്ത് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒക്കെ വരുന്ന ഒരു അഡ്വാൻസ്ഡ് കാര്യമാണ് ബെൻഡിങ് തിയറി എന്ന് പറയുന്നത്. സോ ബെൻഡിങ് തിയറിയിൽ നമുക്ക് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ടത്, PSC ചോദിക്കുന്നത്, PSC ക്വസ്റ്റ്യൻ നമുക്ക് ഡിമാൻഡ് ചെയ്യുന്നത്, നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് ഒരു 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 ബെൻഡിങ് ഇക്വേഷൻ ആണ് നമുക്ക് പഠിച്ചിരിക്കേണ്ടത്. ബെൻഡിങ് ഇക്വേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ബെൻഡിങ് ഇക്വേഷൻ? ബെൻഡിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് ബെൻഡിങ് തിയറിയുടെ ഒരു പോയിന്റാണ്. ആ തിയറിയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ഇക്വേഷനാണ് ബെൻഡിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ബെൻഡിങ് ഇക്വേഷൻ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് E/R M/I F/Y. ഇതാണ് ബെൻഡിങ് ഇക്വേഷൻ. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് ഇക്വേഷൻ is very very important. ഇത് സിവിൽ എഞ്ചിനീയറിംഗിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് ഈ ബെൻഡിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നിങ്ങളത് എന്തായാലും മനഃപ്പാഠമാക്കി വെച്ചിരിക്കണം. സോ E/R M/I F/Y ഈ ഇക്വേഷൻ പഠിക്കുക. ഇതാണ് ബെൻഡിങ് തിയറി എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് ത്രൂ ബെൻഡിങ് തിയറിയാണ്. അത് കൂടുതൽ ഡീറ്റെയിൽസ് ആവശ്യമില്ല, ഈ ഇക്വേഷൻ പഠിക്കുക. സോ എന്താണ് നമ്മൾ ഓരോ ടേം എന്ന് നോക്കാം. MI എന്ന് പറയുന്നത് മൊമെന്റ് അപ്ലൈഡ്. നമ്മൾ കൊടുത്ത മൊമെന്റ്, അതായത് നമ്മൾ പ്യുവർ ബെൻഡിങ്ങിൽ ബീമിന് അപ്ലൈ ചെയ്ത ആ മൊമെന്റിനെ നമ്മൾ M എന്ന് വിളിക്കും. M എന്ന് പറയുന്നത് നമുക്ക് മൊമെന്റ് കൊടുത്ത M ആണ്. ഇനി വരുന്നത് E എന്താണെന്നാണ്. E എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ആണ്. യങ്സ് മോഡുലസ് എന്ന് നിങ്ങൾക്ക് പറയാം. നമ്മൾ SML പഠിച്ചിട്ടുണ്ട്. സ്ട്രെസ് ഇസിക്കൽ ടു യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ എന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട്. സോ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സ്ട്രെങ്ത്തിനെ കാണിക്കുന്ന യങ്സ് മോഡുലസ് ആണ് E എന്ന് പറയുന്നത്. RI എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ ക്രോസ് സെക്ഷൻ. ക്രോസ് സെക്ഷൻ അല്ല, സോറി, ഒരു ബെൻഡ് ചെയ്യുന്ന ആ ഒരു നമ്മളിങ്ങനെ ഒരു ബീം എടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ബെൻഡ് ചെയ്യും. ആ ബെൻഡിങ്ങിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് നമ്മൾ R എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റേഡിയസ് ഓഫ് കർവേച്ചർ. സോ E എന്താണ്? യങ്സ് മോഡുലസ്. R എന്താണ്? റേഡിയസ് ഓഫ് ദ കർവേച്ചർ. പിന്നെ വരുന്നത് M വരുന്നത് മൊമെന്റ് അപ്ലൈഡ്. സോ ഇത്രയാണ് ആദ്യത്തെ 3 ടേംസ്. പിന്നെ വരുന്നത് ഇനിയാണ് നമുക്ക് കാണേണ്ടത് I എന്ന് പറയുന്നത് എന്താണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. I എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ. മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് എന്ത് ആക്സിസ് ആണ്? ഒരു ഇത് തരികയാണെങ്കിൽ, ഒരു ക്രോസ് സെക്ഷൻ തരാണ്, ഇതാണ് ബീമിന്റെ ക്രോസ് സെക്ഷൻ എങ്കിൽ എബൌട്ട് ന്യൂട്രൽ ആക്സിസ്, അതായത് സെൻട്രോയിഡിന്റെ ആക്സിസിന്റെ എബൌട്ട് ആണ് നമ്മൾ എപ്പോഴും മൊമെന്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ I എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ. F എന്ന് പറയുന്നത് ബെൻഡിങ് സ്ട്രെസ്. ഒരു ബീം എടുത്താൽ ബീം ഇങ്ങനെ ബെൻഡ് ചെയ്യും. ബീം ഇങ്ങനെ ബെൻഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് കംപ്രസീവ് സ്ട്രെസ് ഉണ്ടാവും, ഇതിൻ്റെ താഴെ ടെൻഷ്യൽ സ്ട്രെസ്സും ഉണ്ടാവും. കണ്ടോ, ഈ ഒരു ബീം ഒന്ന് വളച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും, താഴെ ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും. സോ ഇതാണ് അതിൻ്റെ ക്രോസ് സെക്ഷൻ. ഈ ക്രോസ് സെക്ഷൻ ഇതാണ് അതിൻ്റെ എലിവേറ്റഡ് വ്യൂ. ഇങ്ങനൊരു നിങ്ങൾ ഇത്ര ഓർത്തിരുന്നാൽ മതി, ബെൻഡിങ്ങിൻ്റെ സമയത്ത് അതിൻ്റെ ക്രോസ് സെക്ഷനിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ്സുകൾ രൂപപ്പെടും. സോ അതിനെയാണ് ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത്. സോ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ, സപ്പോസ് ഇതാണ് ക്രോസ് സെക്ഷൻ എങ്കിൽ ഇതാണ് ഒരു ക്രോസ് സെക്ഷൻ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബെൻഡിങ് സ്ട്രെസ് വരുന്നത് ഇങ്ങനെയായിരിക്കും. This will be the bending stress. So let this be the neutral axis. So this will be the bending stress diagram. So നമ്മൾ ടെൻസൈൽ സ്ട്രെസ്സിനെ പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ, കംപ്രസീവ് സ്ട്രെസ്സിനെ നെഗറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ, മുകളിൽ നെഗറ്റീവ് വരുമ്പോൾ ഇതെന്ന് പറയുന്നത് ഇത് ക്രോസ് സെക്ഷനിൽ വരുന്ന ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ കാര്യമാണ്. സോ ഇത് വൺ വിൽ ബി നെഗറ്റീവ്, ദ അതർ വിൽ ബി പോസിറ്റീവ് എന്ന് പറയുന്നത് ഒന്ന് ടെൻസൈലും ഒന്ന് കംപ്രസീവും ആയിരിക്കും. സോ അക്കോർഡിംഗ് ടു സൈൻ കൺവെൻഷൻ നിങ്ങൾക്ക് തീരുമാനിക്കാം ഇഷ്ടമുള്ളത് പോസിറ്റീവായിട്ട് എടുക്കും. സോ ബട്ട് ദ പോയിന്റ് ഇസ് ന്യൂട്രൽ ആക്സിസിൻ്റെ മുകളിൽ ഒരു ടൈപ്പ് ഓഫ് സ്ട്രെസ്സും ന്യൂട്രൽ ആക്സിസിൻ്റെ താഴെ വേറൊരു ടൈപ്പ് ഓഫ് സ്ട്രെസ്സും എന്നുള്ളത് മാത്രമാണ്. സോ ദാറ്റ് ഇസ് ദ വാട്ട് വി കോൾ ദ ബെൻഡിങ് സ്ട്രെസ്. നിങ്ങൾ
മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബെൻഡിങ് സ്ട്രെസ് മാക്സിമം എവിടെയായിരിക്കും? അറ്റ് ദ എൻഡ് ഫൈബർ, ഇതിൻ്റെ എൻഡിലായിരിക്കും മാക്സിമം. വെദർ ഇറ്റ് ബി നെഗറ്റീവ് ഓർ പോസിറ്റീവ്, ഇതിൻ്റെ മാക്സിമം ഇരിക്കുന്നത് എവിടെയാണ്? ഇതിൻ്റെ എൻഡിലായിരിക്കും. സോ ഈ ന്യൂട്രൽ ആക്സിസിൽ 0 ആയിരിക്കും, ഇതിൻ്റെ എൻഡോട് അങ്ങ് അറ്റത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഇത് മാക്സിമം ആയിട്ട് പോകും. ഇങ്ങോട്ട് വരുമ്പോഴും സെയിം തന്നെ, ഇത് മാക്സിമം ആയിട്ട് പോകും. സോ ദ bending stress will be maximum at the end points, end fibers എന്ന് പറയും. സോ എഫ് എന്ന് പറയുന്നത് ബെൻഡിങ് സ്ട്രെസ്. ഈ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് വൈ ആണ്. സോ വൈ ഈസ് നത്തിങ് ബട്ട് നമുക്ക് എവിടെയാണോ ബെൻഡിങ് സ്ട്രെസ് വേണ്ടത്, സപ്പോസ് ഇതാണ് ക്രോസ് സെക്ഷൻ എന്നിരിക്കുക. സോ എനിക്ക് ഇത് ന്യൂട്രൽ ആക്സിസ്. സോ എനിക്ക് ഈ ഒരു പോയിന്റിൽ, അതായത് ഇത് ക്രോസ് സെക്ഷൻ, ഈ ഒരു പോയിന്റിൽ എനിക്ക് ബെൻഡിങ് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യണം ഈ ഒരു പ്ലെയിനിൽ. സോ ലെറ്റ് ദിസ് ബി ദ ലെങ്ത് y ഡാഷ് മേ ബി. സോ ഇവിടെ നമ്മൾ y കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് എത്ര ലെങ്ത്തിലാണ് നമുക്ക് വേണ്ട പ്ലെയിൻ ഉള്ളത്, അതായത് നമുക്ക് ബെൻഡിങ് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട പ്ലെയിൻ ഉള്ളത്, അതിൻ്റെ ആ ലെങ്ത്തിനെയാണ് നമ്മൾ y എന്ന് പറയുന്നത്. സോ y ഇസ് ദ ഡെപ്ത് ഫ്രം ന്യൂട്രൽ ആക്സിസ് വേർ വി ഹാവ് ടു ഫൈൻഡ് ബെൻഡിങ് സ്ട്രെസ്. സോ ഈ ഒരു ഹൈറ്റിലാണ് എനിക്ക് ബെൻഡിങ് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വൈക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും? y ഡാഷ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കും. നമുക്കിപ്പോൾ എൻഡ് ഫൈബറിലാണ് ഇവിടെയാണ് വേണ്ടത് എങ്കിൽ സപ്പോസ് ദിസ് ലെറ്റ് ഇറ്റ് ബി എച്ച്. സപ്പോസ് എച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ എച്ചിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. സോ നമുക്ക് ഒരു y എന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിസിൽ നിന്നുള്ള ഒരു ഡെപ്ത് ആണ്. സോ മാക്സിമം വരാൻ പോകുന്ന ഒരു ഡെപ്ത് എന്ന് പറയുന്നത് ഈ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ഈ എൻഡ് ഫൈബറിലേക്കുള്ള ഡെപ്ത് ആണ്. എൻഡ് ഫൈബർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ എൻഡ്, എയ്തർ ഇത് അല്ലെങ്കിൽ ഈ എൻഡ്, അതാണ് എൻഡ് ഫൈബർ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ഇതുവരെ പോകാൻ പറ്റുന്നതാണ് ഏറ്റവും മാക്സിമം ഡെപ്ത്, അതിനപ്പുറം പോകാൻ പറ്റില്ല. സോ ഈ ഡെപ്ത് എന്ന് പറയുന്നത് നമുക്ക് y മാക്സ് എന്ന് വേണമെങ്കിൽ എടുക്കാം. സോ ഞാൻ നേരത്തെ പറഞ്ഞു എൻഡ് ഫൈബറിലായിരിക്കും നമുക്ക് മാക്സിമം ബെൻഡിങ് സ്ട്രെസ് കിട്ടുക എന്നുള്ളത്. സോ y മാക്സിലായിരിക്കും നമുക്ക് എഫ് മാക്സ് കിട്ടുക. സോ നമുക്കിത് ഇത്തിരി ഇതായിട്ട് വ്യത്യാസപ്പെടുത്തി എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എഫ് മാക്സ് എന്ന് എഴുതാം, ഇവിടെ y മാക്സ് എന്നും എഴുതാം. ഏത് വൈയിലാണോ നമുക്ക് എഫ് വേണ്ട അതാണ് ഈ y എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ y മാക്സിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എഫ് എന്തായി മാറും? എഫ് മാക്സ് ആയി മാറും. സോ അതാണ് ഇവിടുത്തെ ഒരു മെയിൻ തിങ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി നിങ്ങൾ ഈ ഇക്വേഷൻ, അതായത് E/R = MI = F/Y എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. E എന്താണ്? യങ്സ് മോഡുലസ്, R എന്താണ്? റേഡിയസ് ഓഫ് ദ കർവേച്ചർ, M എന്താണ്? മൊമെന്റ് അപ്ലൈഡ്, I എന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ സെൻട്രോയിഡൽ ആക്സിസ് ഓർ ദ ന്യൂട്രൽ ആക്സിസ്. ഓർ നെക്സ്റ്റ് എഫ് മാക്സ് എന്ന് പറയുന്നത് ബെൻഡിങ് സ്ട്രെസ്. എഫ് മാക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം ബെൻഡിങ് സ്ട്രെസ്, വെറും എഫ് എന്ന് പറഞ്ഞാൽ ബെൻഡിങ് സ്ട്രെസ്. വൈ എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ദ പ്ലെയിൻ അറ്റ് വിച്ച് വി ഹാവ് ടു ഫൈൻഡ് ദ ബെൻഡിങ് സ്ട്രെസ് എഫ്. സോ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക. ഈ ഒരു ഇക്വേഷൻ ഓർത്തിക്കാൻ ഞാൻ ഒരു ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. എലിസബത്ത് റാണി മേ ഐ ഫോളോ യു എന്നൊരു ട്രിക്ക് പലരും ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. എലിസബത്ത് റാണി ER, മേ ഐ MI, ഫോളോ യു FY. ജസ്റ്റ് അങ്ങനെയുള്ള ട്രിക്കുകൾ കൂടെ മാത്രമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ബൈ ഹാർട്ടായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് വിത്ത് ദ ബെൻഡിങ് ഇക്വേഷൻ. ഇനി മെയിനായിട്ട് കാണേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇൻ ബെൻഡിങ് തിയറി. സോ അത് ഈ ബെൻഡിങ് ഇക്വേഷൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ മാത്രമാണ്. സോ നമ്മൾ കണ്ടു കഴിഞ്ഞ് ബെൻഡിങ് ഇക്വേഷൻ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ M/I = F/Y എന്ന് എഴുതാം, അല്ലെങ്കിൽ F max/Y max എന്ന് എഴുതാമല്ലോ. സോ ഇതൊന്നൊരു തിരുത്തി എഴുതാൻ പോവുകയാണ്. എങ്ങനെ എഴുതാം? എഫ് മാക്സ് തിരുത്തിയല്ലോ, ഒന്ന് ഡെവലപ്പ് ചെയ്ത് എഴുതുകയാണ്. എഫ് മാക്സ് = MY max /I. എഫ് മാക്സ് = MY max /I എന്ന് എഴുതാം. സോ ഈ y മാക്സിനെ ഞാനൊന്ന് ഡിനോമിനേറ്ററിൽ കൊണ്ടുവരികയാണെന്ന് വയ്ക്കാം, അല്ലെങ്കിൽ കുറച്ചൊന്ന് വ്യത്യാസപ്പെടുത്തി എഴുതി കഴിഞ്ഞാൽ M = y max × I.
ഇങ്ങനെ എഴുതാൻ പറ്റും. സോ ഇനി നമുക്ക് എമ്മിനെ വേറൊരു ടേം ആക്കി കാണാം. എം ഇസിക്കൽ ടു എഫ് മാക്സ് ഇൻറ്റു ഇസഡ് എന്ന് ഞാൻ എഴുതുകയാണ്. അതായത് ഈ ഒരു ടേമിനെ ഞാൻ I/Y എന്നുള്ള ടേമിനെ ഞാൻ ഇസഡ് എന്നുള്ളതിനെ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇസഡ് ഇസിക്കൽ ടു ഇസഡ് എന്താണ് I/Y അല്ലെങ്കിൽ I/Y മാക്സ് എന്നിരിക്കും. സോ എം ഇസിക്കൽ ടു എഫ് ഇസഡ് എന്ന് നമുക്ക് എഴുതാം. ഈ ഇസഡിനെ വിളിക്കുന്ന പേരാണ് സെക്ഷൻ മോഡുലസ്. എന്താണ് വിളിക്കുന്നത്? സെക്ഷൻ മോഡുലസ്. എഫ് മാക്സ് ഇൻറ്റു ഇസഡ് എന്ന് പറയുന്നത് സെക്ഷൻ മോഡുലസ്. സോ സെക്ഷൻ മോഡുലസിൻ്റെ ഇക്വേഷൻ നമ്മളൊന്ന് എടുത്തെഴുതുകയാണെങ്കിൽ എന്ത് വരും? I/Y മാക്സ്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇസഡ് ഇസിക്കൽ ടു I/Y മാക്സ്. സോ ഇസഡ് എന്ന് പറയുന്നത് സെക്ഷൻ മോഡുലസ് ആണ്. സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്നത് ഒരു ബീമിൻ്റെ സ്ട്രെങ്ത്തിനെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന ഒരു ടേമാണ് സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്നത്. സോ ഇസഡ് ഇസിക്കൽ ടു ഇസഡ് ഈസ് ദ സെക്ഷൻ മോഡുലസ്. സോ I/Y മാക്സ് എന്നാണ് സെക്ഷൻ മോഡുലസ് പറയുന്നത്. സെക്ഷൻ മോഡുലസ് എന്താണ്? ഇറ്റ് വിൽ ഡെസിഗ്നേറ്റ് ദ സ്ട്രെങ്ത് ഓഫ് ദ ബീം. ഇനി നമുക്ക് ഓരോ ക്രോസ് സെക്ഷനിലുള്ള സെക്ഷൻ മോഡുലസ് നമുക്ക് കാണാം. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ തന്നെ എടുക്കാം. റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ തന്നെ എടുക്കുകയാണെങ്കിൽ സോ ലെറ്റ് ദിസ് ബി ദ ക്രോസ് സെക്ഷൻ. സോ ദിസ് വിൽ ബി ദ ആക്സിസ്. ഈ ആക്സിസിന് എബൌട്ട് ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഇസഡ് ആണ് കാണേണ്ടത്, അതായത് സെക്ഷൻ മോഡുലസ്. എന്താണ് സെക്ഷൻ മോഡുലസ്? I/Y മാക്സ്. ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ടേം നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കുക. എന്താണ് സെക്ഷൻ മോഡുലസ്? I/Y മാക്സ്. സോ ഐ എന്താണ്? നമുക്ക് ഏവർക്കും അറിയാം, ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡിൻ്റെ എബൌട്ടുള്ള ഐ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഐ എബൌട്ട് സെൻട്രോയിഡ് എന്ന് പറയുന്നത് BDQ/12. ലെറ്റ് ദിസ് ബി ദ ബ്രെഡ്ത്ത് ആൻഡ് ദിസ് ബി ദ ഡെപ്ത് ഓഫ് ദ റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ. സോ BDQ/12 എന്നുള്ളതായിരിക്കും നമുക്ക് കാണാം എബൌട്ട് ദ സെൻട്രോയിഡ്. സോ Y മാക്സ് എന്താണ്? Y മാക്സ് എന്ന് പറയുന്നത് ഈ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ഈ എക്സ്ട്രീം ഫൈബർ അല്ലെങ്കിൽ എൻഡ് ഫൈബർ വരെയുള്ള ഡെപ്ത് ആണ് ഈ Y മാക്സ് എന്ന് പറയുന്നത്. ദിസ് വിൽ ബി Y മാക്സ് അല്ലേ? ഇത് നമ്മൾ കണ്ടതാണ് മുന്നേ. Y മാക്സ് ഇവിടെ എന്തായിരിക്കും? Y മാക്സ് വിൽ ബി D/2 അല്ലേ? സോ ദിസ് 13 അല്ല, സോറി 12. സോ D/2. സോ ഇതിന്റെ സെക്ഷൻ മോഡുലസ് എന്തായിരിക്കും? ഇസഡ് വിൽ ബി BDQ/12 divided by D/2 which will be is equal to BD²/6. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനുള്ള ബീമിൻ്റെ സെക്ഷൻ മോഡുലസ് എന്താണ് എന്നുള്ളത്. ദാറ്റ് വിൽ ബി ഇസഡ് ഇസ് ഈക്വൽ ടു BD²/6. സോ നമ്മൾ കണ്ടു സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്ന ഒരു ബീമിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. സെക്ഷൻ മോഡുലസ് കൂടുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം അതിന് മോർ സ്ട്രെങ്ത് വരുന്നു എന്നുള്ളതാണ്. സോ I/Y മാക്സ് അത് എവിടെ നിന്ന് വന്നു? നമ്മൾ ബെൻഡിങ് ഇക്വേഷനിൽ നിന്ന് വന്നതാണ്. M/I is equal to F/Y എന്ന് വന്നു. നമ്മൾ I ഇപ്പുറത്തേക്ക് എടുത്തു. M is equal to F/I/Y എന്ന് പറഞ്ഞു. അത് നമ്മൾ FZ ആയിട്ട് എടുത്തു. ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? I/Y. I എന്ന് പറയുന്നത് എബൌട്ട് സെൻട്രോയിഡിന് എബൌട്ട് ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ. Y മാക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്ട്രീം ഫൈബറിലേക്കുള്ള ഡിസ്റ്റൻസ്. സോ I/Y മാക്സ് എന്ന് പറയുന്നതാണ് സെക്ഷൻ മോഡുലസ്. സെക്ഷൻ മോഡുലസ് ഇസഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ് ഡെസിഗ്നേറ്റ് ദ സ്ട്രെങ്ത് ഓഫ് ദ ബീം. സോ ഇതുപോലെ റെക്റ്റാങ്കുലർ പോലെ നമുക്ക് സർക്കുലറും ട്രയാങ്കുലറും പലതരത്തിലുള്ള പല ക്രോസ് സെക്ഷനിലുള്ള ഷേപ്പിലുള്ള ക്രോസ് സെക്ഷനുള്ള ബീമിൻ്റെ നമുക്ക് സെക്ഷൻ മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യണം. അത് കമ്പയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് മാത്രമല്ല നമുക്ക് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സെക്ഷൻ മോഡുലസ്. സോ ദിസ് ഇസ് ദ സ്ട്രെങ്ത്. ഇതാണ് സ്ട്രെങ്ത് എന്ന് വിചാരിക്കുക. ഇനി ഞാനൊരു ഈ ഡെപ്ത് ഒരു ഡബിൾ ആക്കി എന്ന് വിചാരിക്കുക. സോ ഹൗ മെനി ടൈംസ് ദ സ്ട്രെങ്ത് വിൽ ഇൻക്രീസ്? ഈ ഡെപ്ത് ഡബിൾ ആക്കി കഴിഞ്ഞാൽ ഇത് 2D ആവും. 2² എന്ന് വരും, അത് 4 ടൈംസ് ആവും. മറിച്ച് ബ്രെത്ത് ഡബിൾ ആക്കിയാലോ അത് സ്ട്രെങ്ത്
ഡബിൾ ആവത്തേ ഉള്ളൂ. പക്ഷേ ഡെപ്ത് ഡബിൾ ആക്കിയാൽ അത് 4 ടൈംസ് ആവും, ബ്രെഡ്ത്ത് ഡബിൾ ആക്കിയാൽ സ്ട്രെങ്ത് സിംപ്ലി ഡബിൾ ആവത്തേ ഉള്ളൂ. സോ അതാണ് അങ്ങനെ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. എത്രത്തോളം ബി വലുതാക്കിയാൽ, എത്രത്തോളം ബി കൂട്ടിയാൽ സ്ട്രെങ്ത് എത്രത്തോളം കൂടും, ഡി എത്രത്തോളം കൂട്ടിയാൽ സ്ട്രെങ്ത് എത്രത്തോളം കൂടും, ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് ബേസിക്കലി മിക്കവാറും വരുന്നത്. സെക്ഷൻ മോഡൽസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് മിക്കവാറും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് ബെൻഡിങ് തിയറിയിൽ നിന്ന്. നിങ്ങൾ ബെൻഡിങ് ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. E/R = M/Y = F/Y എന്നുള്ളതാണ് ഫോർമുല. സെക്ഷൻ മോഡുലസിൻ്റെ ഫോർമുലയും നോക്കുക. ഇത്രയൊക്കെയാണ് ബേസിക്കലി ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് വേരിയസ് ഷേപ്സിൻ്റെ സെക്ഷൻ മോഡുലസ് നമുക്ക് പിന്നീട് കാണാം. ഈ ഒരു പോർഷൻ നിങ്ങൾ വിടരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ് ബെൻഡിങ് തിയറി എന്ന് പറയുന്നത്.